ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയുടെ രണ്ടാം ഭാഗം ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് നോക്കാം. ഒരു യൂണിറ്റ് സർക്കിൾ തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വേണ്ടത്. ഒരു യൂണിറ്റ് സർക്കിൾ എടുക്കുന്നു. ഇച്ചിരി ആക്സസ് ഇച്ചിരി തിരഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുക. ഇവിടെ ആ ട്രയാങ്കിൾ, കഴിഞ്ഞ ദിവസം ചെയ്ത ട്രയാങ്കിൾ, ഇത് എയും ഇത് ബി ഹൈറ്റും ആകുമ്പോൾ ഇത് എ കോമ ബി, റേഡിയസ് 1 ആണ്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ പോസിറ്റീവ് തീറ്റ. ഇതേ ട്രയാങ്കിൾ ഞാൻ ഫ്ലിപ്പ് ചെയ്തു താഴേക്ക്. ഓക്കെ, എനിക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് തീറ്റയാണ്. ഓക്കെ, നെഗറ്റീവ് ആംഗിളാണ്. ഇറ്റ് ഇസ് എ കോമ മൈനസ് ബി. ഓക്കെ, എ പോയി പിന്നെ താഴേക്കാണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞ് പോസിറ്റീവ് ആംഗിളിൻ്റെ കോസ് എക്സ് എന്ന് പറയുന്നത് എ ആണ്, സൈൻ എക്സ് എന്ന് പറയുന്നത് ബി ആണ്. നെഗറ്റീവ് ആംഗിളിൻ്റെ കോസ് എക്സ് എടുക്കുമ്പോൾ കോസ് ഓഫ് മൈനസ് എക്സ് ആണ്, അത് എ ആണ്. ആദ്യത്തത് കോസ് അല്ലേ. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ബി ആണ്. ഓക്കെ, ഇനി ഞാൻ കോസിൻ്റെ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുന്നു. അപ്പോൾ രണ്ടും എ തന്നെയാണ്. അപ്പോൾ അത് വിട്ട് കളഞ്ഞാൽ ബാക്കി രണ്ടും ഇക്വേറ്റ് ചെയ്യിക്കാം. അതായത് കോസ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, അതുപോലെ സൈൻ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഓക്കെ, അതായത് കോസ് എന്ന് പറയുന്നത് ക്ഷമിക്കുന്ന ഒരാളാണ്. അതായത് കോസിനോട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഇത് ക്ഷമിക്കും, ആ നെഗറ്റീവ് അങ്ങ് കളയും. അതായത് കോസിൻ്റെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, തിരിച്ചു വരുമ്പോൾ കോസ് ആ മൈനസ് കളയും, കോസ് വിട്ട് കളയും, പാവമാണ്. പക്ഷെ സൈനോട് ഒരു തെറ്റ് ചെയ്താൽ സൈൻ അത് പുറത്ത് കാണിക്കും. ഓക്കെ, സോ മൈനസ് സൈൻ എക്സ്. ട്രിഗണോമെട്രിയിൽ ആകെ പാവമായിട്ടുള്ളത് കോസും കോസിൻ്റെ ഇൻവേഴ്സ് സീക്കുമാണ് പാവം. കാര്യം അവരോട് എന്ത് തെറ്റ് ചെയ്താലും അവർ ക്ഷമിച്ച് വിടും, പൊട്ടെന്ന് വെച്ച് കളയും. ബാക്കി എല്ലാവരും അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പുറത്തെടുത്തിട്ട് കാണിക്കും. അങ്ങനെ ആ ഒരു ട്രിക്കിലൂടെ നമുക്ക് പഠിക്കാം. ടാൻ ഓഫ് മൈനസ് എക്സ്, അത് മൈനസ് ടാൻ എക്സ്, അത് പുറത്ത് കാണിക്കും. കൊസീക്ക് മൈനസ് എക്സ് മൈനസ് കൊസീക്ക് എക്സ് ആണ്. സീക്ക് എക്സ്, സീക്ക് ഓഫ് മൈനസ് എക്സ് കോസിൻ്റെ അനിയനായതുകൊണ്ട് അത് തെറ്റ് പുറമേ കാണിക്കില്ല, ക്ഷമിച്ച് വിടും. പോസിറ്റീവ് കോട്ട് ഓഫ് മൈനസ് എക്സ് മൈനസ് കോട്ട് എക്സ്. ഓക്കെ, അപ്പോൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. ഇനി നമുക്ക് ക്വാഡ്രൻസിൽ ഓരോ വാല്യൂസും ഫങ്ഷൻസും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് 4 പീസസ് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ ക്വാഡ്രൻസ് എന്ന് പറയും. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഓരോ ക്വാഡ്രന്റിലും ആരെല്ലാം പോസിറ്റീവാണ് ആരൊക്കെ നെഗറ്റീവാണ് എന്ന് നമുക്ക് നോക്കാം. അതിനൊരു ട്രിക്കുണ്ട്. അച്ഛൻ സാറിനെ തല്ലി ചതച്ചു. ഓക്കെ, അതായത് ഒരു കുട്ടിയുടെ അച്ഛൻ, ആ ടീച്ചർ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഇങ്ങനെ പറഞ്ഞു, സാർ എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ ആ കുട്ടി വീട്ടിൽ അച്ഛനോട് പറയണം. അപ്പോൾ അച്ഛൻ ദേഷ്യം കയറിയിട്ട് സാറിനെ അടിക്കാൻ പോയപ്പോൾ സ്കൂളിൽ അടിക്കാൻ ചെന്നിട്ട് സാറിനെ തല്ലിച്ചതച്ചു. അതാണ് ഒരു കോഡ്. അപ്പോൾ അത് എളുപ്പത്തിൽ കിട്ടും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എസ്, സൈനിന് ഇൻവേഴ്സ് ആയിട്ടുള്ള കൊസീക്കും മാത്രമാണ് അവിടെ പോസിറ്റീവ്. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ് മൈനസ് എ കോമ ബി എന്നല്ലേ ഇവിടുത്തെ കോർഡിനേറ്റിന് എഴുതുക. അപ്പോൾ ബി സൈൻ വാല്യൂ ആണ് അവിടെ പോസിറ്റീവ്. ഇവിടെ ടാനിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള കോട്ടുമാണ് പോസിറ്റീവ്. നമുക്കറിയാം അത് മൈനസ് എ കോമ മൈനസ് ബി ആണ് ഇവിടെ എഴുതാറ്, കോർഡിനേറ്റിൻ്റെ കോമൺ ഫീച്ചർ. അപ്പോൾ ഇവിടെ എ സൈനും മൈനസ് ആണ്, കോസും മൈനസ് ആണ്. അപ്പോൾ സൈൻ ബൈ കോസ് കിട്ടുന്ന ടാനും കോസ് ബൈ സൈൻ ചെയ്ത് കിട്ടുന്ന കോട്ടും ആണ് പോസിറ്റീവ്. ഇവിടെ സി ഫംഗ്ഷൻ കോസ് എക്സും കോസ് എക്സിൻ്റെ തലരിന് സീക്ക് എക്സും നമ്മളിവിടെ എഴുതില്ലേ, എ കോമ മൈനസ് ബി. ഓക്കെ, അപ്പോൾ അവിടെ കോസും സീക്കും ആണ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടേബിളൊക്കെ ഉണ്ട് ഇതിന്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പ്ലസ് വരച്ചിട്ട് STC എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഇനി എക്സാമിന് ചോദിക്കുന്ന ചോദ്യം കോസ് എക്സ് ഈക്വൽ ടു -3/5 ഫൈൻഡ് ദ വാല്യൂ ഓഫ് അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ കാണാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 രീതിയുണ്ട്. 2 രീതിയും അപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക.
ഒരു ആംഗിൾ എക്സ് കൊടുക്കുക. എന്നിട്ട് ആ വാല്യൂസ് എടുത്തെഴുതുക. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് -3 അല്ല, നെഗറ്റീവ് കളഞ്ഞിട്ട് പോസിറ്റീവ് പാർട്ട് എഴുതുക. 3 ഹൈപ്പോട്ടന്യൂസ് 5. ഇത് നമുക്ക് പരിചയമുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് വരുന്ന ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗസ് ചെയ്യാം 4 ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാം. പക്ഷെ ചിലതിന് നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കേണ്ടി വരും. ഇത് നമുക്ക് അറിയാവുന്ന ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇത് ആദ്യം എഴുതിയത്. അറിയാത്തതാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ വാല്യൂ എഴുതാം. കോസ് എക്സ് കിട്ടിയാൽ സീക്ക് എക്സ് എഴുതാമല്ലോ. സീക്ക് എക്സ് എത്രയായിരിക്കും? -5/3 തലതിരിച്ചിട്ടത്. ഓക്കെ, സൈൻ എക്സ് -4/5, ടാൻ എക്സ് 4/3, കൊസീക്ക് എക്സ് -5/4. ഓക്കെ, അപ്പോൾ 5 ആയില്ലേ? 2, 3, 4, 5. ഓക്കെ, സീക്ക് എക്സ് എഴുതി. കോട്ടെക്സ് എന്ന് പറയുമ്പോൾ ടാൻ എക്സിൻ്റെ ഇൻവേഴ്സ്, അത് 3/4 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂസ് എടുത്തെഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് എന്ന് നോക്കിയിട്ടും കൂടി ചെയ്യണം. ഓക്കെ, ഇത് 3rd ക്വാഡ്രൻറ്റിനാണ് സ്ഥിതി ചെയ്യുന്നത്, പറയാൻ വിട്ടുപോയി. 3rd ക്വാഡ്രൻറ്റ് 3യിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വാഡ്രൻറ്റ് 3യിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? ടാനിന് ഇൻവേഴ്സ് ആയിട്ടുള്ള കോട്ടും ഇവിടെ പോസിറ്റീവാണ്. കണ്ടില്ലേ? ടാനിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള കോട്ടുമാണ് ഇവിടെ പോസിറ്റീവ്. ബാക്കി എല്ലാവരുടെയും വാല്യൂ എഴുതുക, ഒപ്പം ഒരു നെഗറ്റീവും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ വാല്യൂസ് എഴുതി അതിൽ നിന്ന് സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട് കാണുക, അത് അതേപടി നിരത്തി എഴുതുക. എന്നിട്ട് ടേബിളിലേക്ക് നമ്മൾ ആ പ്ലസ് വരച്ചിട്ട് നോക്കുക ഏത് ക്വാഡ്രൻറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, ആ ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്. പോസിറ്റീവ് ആയതിനെല്ലാം പ്ലസ് ഇടുക, ബാക്കി 4 നെഗറ്റീവ് ആയിരിക്കും, അതിനെല്ലാം മൈനസ് ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, sin²x + cos²x = 1. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇക്വേഷനാണ്. ഇപ്പോൾ കോസിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈൻ കാണാം. അപ്പോൾ sin²x = 1 - cos²x. ഓക്കെ, പ്ലസ് cos²x ഇങ്ങോട്ട് പോകുമ്പോൾ -cos²x. അപ്പോൾ sin x²x = 1 - cos²x. ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കുക. 1 - cos x എന്ന് പറയുമ്പോൾ -3/5, അതിൻ്റെ സ്ക്വയർ എങ്ങനെ വരും? 1 - 9/25. ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് 16/25 എന്ന് കിട്ടും. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് 16/25ൻ്റെ റൂട്ടായിട്ട് വരും. ഓക്കെ, 4/5. 3rd ക്വാഡ്രൻറ്റിനാണ്. അപ്പോൾ സൈൻ നെഗറ്റീവ് ആണ്. ഓക്കെ, ടാനിന് ഇൻവേഴ്സ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്. കോസ് എക്സ് ഇവിടുത്തെ ഉത്തരം തന്നെയാണ്, നേരത്തെ ചെയ്ത് ഇതേ ഉത്തരം തന്നെ കിട്ടും, ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. കോസ് എക്സ് -3/5 ആണ്. ടാൻ എക്സ് 4/3 ആണ്. കൊസീക്ക് എക്സ് -5/4 ആണ്. സീക്ക് എക്സ് -5/3 ആണ്. കോട്ടെക്സ് 3/4 ആണ്. പോസിറ്റീവ് ആണ്, കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ചെയ്യാം. എക്സാമിന് ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതിലേതാണ് എളുപ്പമുള്ളത് അത് അഡോപ്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, sin x = 3/5. x lies in the second quadrant. ഓക്കെ, എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ചിട്ടുള്ളതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. മറ്റത് ഒരു ഇക്വേഷൻ ടൈപ്പാണ്. sin²x + cos²x = 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ടൈപ്പാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, ചെയ്യാനും ചില അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്യുന്ന നേരത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉത്തരം മൊത്തത്തിൽ തെറ്റും. ഇത് പൊതുവെ അധികം എല്ലാവർക്കും ഇഷ്ടമാണ്. ചെയ്യുമ്പോൾ വലുതായിട്ട് തെറ്റുമില്ല, ശ്രദ്ധിച്ച് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ വാല്യൂ എക്സ് കൊടുക്കുക. ഓപ്പോസിറ്റ് 3, ഹൈപ്പോട്ടന്യൂസ് 5. അപ്പോൾ നേരത്തെ കണ്ട ട്രയാങ്കിൾ തന്നെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് 4 ആയിരിക്കും പൈതഗോറസ് തിയറം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വാല്യൂസ് എഴുതാം. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ടെക്സ്. ഓക്കെ, വാല്യൂസ് 6 എണ്ണമാണ്. അതിൽ നമുക്ക് തന്നിട്ടുണ്ട് സൈൻ 3/5 ആണെങ്കിൽ
കൊസീക്ക് 5/3 ആയിരിക്കും. ഓക്കെ, അതിൽ സംശയമില്ല. കോസ് എക്സ് എന്ന് പറയുന്നത് 4/5 ആയിരിക്കും. ടാൻ എക്സ് എന്ന് പറയുന്നത് 3/4 ആണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തല തിരിച്ചിട്ടാൽ മതി. 5/4 4/3. ഇനിയാണ് നമ്മുടെ സ്റ്റെപ്പ് അടുത്തത്. ഇതിലേതൊക്കെയാണ് പോസിറ്റീവ്. ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ വരച്ചു, അതിൻ്റെ വാല്യൂസ് നമ്മൾ അതിൽ നിന്ന് ഡയറക്റ്റ് നോക്കി എഴുതി മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ഇപ്പോഴും ഉത്തരം കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. ഈ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് സൈൻ കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരാണ് പോസിറ്റീവ്? സൈനും സൈൻ്റെ തലതിരിഞ്ഞവനുമാണ് പോസിറ്റീവ്. ബാക്കി എല്ലാം നെഗറ്റീവാണ്. ബാക്കി 4 ഫംഗ്ഷനും നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി തീർന്നു. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക, സൈഡ്സ് ഇടുക, എന്നിട്ട് ആ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷനും വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കി ചെയ്യാവുന്നുള്ളൂ. ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഹൈപ്പോട്ടന്യൂസ് കിട്ടിയ 3 എണ്ണം ചെയ്യാം. അത് തലതിരിച്ച് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എഴുതിയിടാം. അങ്ങനെ 6 എണ്ണം നമ്മൾ എഴുതിയിടുക. അതിൽ 2 എണ്ണം ആയിരിക്കും മിക്കവാറും പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്, അത് അധികം ചോദിക്കാറില്ല. ബാക്കി ക്വാഡ്രൻസിലാണ് ചോദിക്കാറ്. അപ്പോൾ ബാക്കി ക്വാഡ്രൻസിൽ 2 എണ്ണം പോസിറ്റീവ് ആയിരിക്കും. അത് നോക്കുക. ഇതിപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇവിടെ സൈനും സൈൻ്റെ തലതിരിഞ്ഞവനുമാണ് പോസിറ്റീവ്. അപ്പോൾ അവർ പോസിറ്റീവ് ആകുക. ബാക്കി 4 എണ്ണം നെഗറ്റീവ് ആണ്. അപ്പോൾ 4ന് മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റെപ്പ്. ഇനി 2 കണക്ക് കൂടി ചെയ്യാം. ടാൻ എക്സ് ഈക്വൽ ടു -5/11. ഓക്കെ, അത് ക്വാഡ്രന്റ് 2 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് 5ഉം ഇത് 11ഉം ഇത് എക്സും. ഇത് നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് √146 കിട്ടും. നേരത്തെ കണ്ടുപിടിച്ചൊന്നും എഴുതിയെന്നുള്ളൂ, കണ്ടുപിടിച്ച് നേരം കളയേണ്ടതില്ല. എഴുതുക. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ടെക്സ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? വാല്യൂസ് എടുത്ത് എഴുതുക. 5/√146, 11/√146, -5/11. അത് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൊസീക്ക് എക്സ് ഇതിൻ്റെ തലതിരിച്ചത് √146/5, സീക്ക് എക്സ് √146/11, കോട്ട് 11/5. ഇത് തലതിരിച്ച് എഴുതിയാൽ മതി, അപ്പം തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താ? ട്രയാങ്കിൾ വരച്ചു, 3 എണ്ണത്തിൻ്റെ ട്രിഗണോമെട്രിക് വാല്യൂ ആ ട്രയാങ്കിൾ നോക്കി എഴുതി, അതിൻ്റെ ഇൻവേഴ്സ് അപ്പുറത്തും എഴുതി. സ്റ്റെപ്പ് 1 കഴിഞ്ഞിട്ടുള്ളൂ. സ്റ്റെപ്പ് 2 എന്താ? വാല്യൂസ് ഇടുക. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അവിടെ സൈനും സൈനിന്റെ തലതിരിഞ്ഞവനും മാത്രമാണ് പോസിറ്റീവ്. ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. സോ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ടാനെക്സിന് ഇടാഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ടാനെക്സിൽ ഒരു മൈനസ് ഉണ്ട്. അവർ 2 മൈനസ് ഇടേണ്ടതില്ല. കാര്യം ടാൻ മൊത്തത്തിൽ നെഗറ്റീവാണ്. അപ്പോൾ അവർ മൈനസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇടുന്നില്ല. ഓക്കെ, തെറ്റാണ്. ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ്, അതുകൊണ്ട് മൈനസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പം ഇത്രയും പറഞ്ഞത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരൊറ്റ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഇൻവേഴ്സിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഇൻവേഴ്സിൻ്റെ ആണ് കൂടി ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. സീക്ക് എക്സ് ഈക്വൽ ടു 13/5 ആൻഡ് ഇറ്റ് ലൈസ് ഇൻ ദ 4th ക്വാഡ്രന്റ്, Q4ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരയ്ക്കുക. ആംഗിൾ എക്സ്, ഇത് ഹൈപ്പോട്ടന്യൂസ് 13, അഡ്ജസൻറ്റ് സൈഡ് 5. ഓക്കെ, അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് അനുസരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഇത് നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇത് 12 ആയിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂസ് എഴുതുക. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ സീക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 13/5 ആണ്. ഓക്കെ, സീക്ക് എക്സിൻ്റെ വാല്യൂ 13/5 ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കോസ് എക്സിൻ്റെ വാല്യൂ കിട്ടും, 5/13 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ പോലെ ഇനി വാല്യൂസ് ചെയ്താൽ സൈൻ എക്സ് എന്ന് പറയുന്നത് 12/13 ആണ്. അപ്പോൾ കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് 13/12 ആണ്. ടാൻ എക്സ് 12/5 ആണ്. ഇതപ്പോൾ 5/12 ആണ്. ഇവിടെ നോക്കുക, 2 ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എഴുതി, ഇപ്പോൾ ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിളിൽ നിന്ന് നോക്കി നമ്മൾ സൈൻ കോസ്റ്റാൻ്റെ വാല്യൂ എഴുതി, അതിൻ്റെ ഇൻവേഴ്സിൻ്റെ വാല്യൂം അപ്പുറത്ത് എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സൈൻ നോക്കണം. 2 സാധനം ഇവിടെ പോസിറ്റീവാണ്. അത് ആ ഒരു പ്ലസ് പോലത്തെ ചിഹ്നം വരച്ചിട്ട് നോക്കണം ഏതാണ്. 4th ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ഇവിടെ ASTC, കോസും കോസിൻ്റെ അനിയനും മാത്രമാണ് പോസിറ്റീവ്. ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. 4 പേരും നെഗറ്റീവാണ്. അപ്പോൾ ഓരോ മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കുക.
ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് എക്സാമിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 3 മാർക്ക് നമുക്ക് കിട്ടാനുള്ളൊരു ചാൻസാണ് ഈ ചോദ്യം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.